എന്താണത്? ഇനി വല്ല ചാക്കെട്ടുകളുണ്ടെങ്കിൽ വന്ന് വീഴ്. സാറേ, സാറിന്റെ കാറ്റ് പോയോ? താങ്ക് യു. ട്രെയിൻ നിന്നില്ല, പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ശിവയ്ക്ക് മാത്രമേ ട്രെയിനിനെ നിർത്താനാകൂ. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓ നോ, ഇനി ശിവയ്ക്ക് മാത്രമേ വണ്ടി നിർത്താൻ കഴിയുള്ളൂ. ശിവയ്ക്ക് ഫോൺ ചെയ്യൂ. ശരി. ഹലോ ശിവ. ശിവ, ഇനി വണ്ടി നിർത്താൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എല്ലാ പെട്ടിക്കകത്തും ഒരു മാനുവൽ ബ്രേക്ക് ഉണ്ടാവും. അതിനെ കറക്കി നിർത്തണം. പക്ഷെ എനിക്കറിയില്ല നീ എങ്ങനെ ഇതൊക്കെ ചെയ്യുമെന്ന്. സർ, ഞാനിപ്പോ ട്രെയിനിന്റെ അകത്തുള്ളത് കൊണ്ട് ബ്രേക്ക് വലിക്കാൻ ഞാൻ ശ്രമിക്കാം. ഇപ്പൊ തന്നെ ഞാൻ മാനുവൽ ബ്രേക്ക് വലിക്കാം സർ. മാനുവൽ ബ്രേക്ക് അവസാനത്തെ പെട്ടിയിൽ നിന്ന് വേണം തുടങ്ങാൻ. എഞ്ചിൽ നിന്ന് തുടങ്ങിയാൽ പെട്ടെന്ന് ട്രെയിൻ മറയാൻ സാധ്യതയുണ്ട്. ടേക്ക് കെയർ. നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ട്രെയിൻ വരുന്നുണ്ട്, ചാടാൻ റെഡി ആയിക്കോ. എനിക്ക് പേടിയായിട്ട് വയ്യ. വേഗം പോ, ട്രെയിൻ അടുത്ത് ചാടിക്കോ. നിങ്ങൾ വന്നത് എന്തായാലും നന്നായി. എന്റെ കൂടെ വരൂ. ഇത് കണ്ടോ, ശിവയുടെ കൂട്ടുകാരും അവനെ സഹായിക്കാനായി വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് ശിവയ്ക്ക് ട്രെയിനിന്റെ മാനുവൽ ബ്രേക്സ് വലിക്കാൻ പറ്റുമോ എന്നാണ്. അവർക്ക് ട്രെയിനിനെ നിർത്താൻ സാധിക്കുമോ? ഇനി വേദാ നഗരത്തിലേക്ക് 25 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ട്രെയിനിന്റെ വേഗത നോക്കിയാൽ ഉടനെ തന്നെ എത്തുമെന്ന് തോന്നുന്നു. പുറകിലുള്ള ടാങ്കറിന്റെ മാനുവൽ ബ്രേക്സ് വലിച്ചു കഴിഞ്ഞു. ശിവയും കൂട്ടുകാരും അടുത്ത ബ്രേക്കിന്റെ അടുത്തേക്ക് പോവുകയാണ്. ടാങ്കറിന്റെ ബ്രേക്ക് നിർത്തി. ഇനി 4 കൂടി ബാക്കിയുണ്ട്. നീ എന്താ ഇങ്ങനെ പേടിച്ചു കയറിയുന്ന? ടണലിലൂടെ വരുന്നതുകൊണ്ടാ. ഇപ്പൊ തന്നെ വെട്ടം വരുന്നേ. അല്ലേലും എനിക്ക് പേടിയാണ്. ഇത് കരഞ്ഞു നിൽക്കാനുള്ള സമയമല്ല. വേഗം
വേദ സിറ്റി എത്തുന്നതിന് മുമ്പ് ട്രെയിൻ നിർത്താൻ വളരെ പാടാണെന്ന് തോന്നുന്നു. ശിവ ആവുന്നിടത്തോളം വേഗത്തിലാണ് പണികൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ശിവ ട്രെയിൻ നിർത്തും. സർ, എല്ലാ ടാങ്കറും എഞ്ചിനിൽ നിന്ന് അകറ്റാൻ പറ്റില്ലേ? ചെയ്യാൻ സാധിക്കും, പക്ഷേ ശിവ ചെറിയ കുട്ടിയല്ലേ, അവനെ കൊണ്ട് കഴിയില്ല. ട്രെയിൻ ടാങ്കറിന് പുൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിവേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും ഈ ടാങ്കറിന്റെ കണക്ഷൻ നിർത്താൻ വലിയ ആൾക്കാർക്ക് പോലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശിവ ഒരു കുട്ടിയല്ലേ, അവനെ കൊണ്ടത് പറ്റുമോ ആവോ? നമ്മൾ വേദ നഗരത്തിന്റെ അടുത്ത് എത്താറായി. വേഗം ചെയ്യണം. എല്ലാ മാനുവൽ ബ്രേക്കും നിർത്തി കഴിഞ്ഞു, പക്ഷേ ട്രെയിൻ നിന്നിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിക്ക്. ടാങ്കേഴ്സ് എല്ലാം എഞ്ചിനുമായി കണക്റ്റഡ് ആണ്. ട്രെയിൻ നിൽക്കണമെങ്കിൽ ആ കണക്ഷൻ വിടുവിക്കണം. അത് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നിന്നെ കൊണ്ട് അത് സാധിക്കില്ല. താങ്ക്സ്, ഞാൻ ശ്രമിക്കാം. ഇത് ജാമായിരിക്കാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമ്മളെ കൊണ്ട് ട്രെയിൻ നിർത്താനാവില്ല. ട്രെയിൻ ആണെങ്കിൽ സിറ്റിയിൽ എത്തുകയും ചെയ്യും. പൊട്ടിത്തെറിക്കും, കൂടെ നമ്മളും ചാവും. ട്രെയിൻ നിന്നിട്ടില്ല, വേദാ നഗരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ശിവയും കൂട്ടുകാരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ ട്രെയിനിനെ പിടിച്ചു നിർത്താനായില്ലെങ്കിൽ ഇതാ ശിവ വീണ്ടും എത്തിയിരിക്കുന്നു. ട്രെയിനിനെ നിർത്താനായി അവൻ കിളഞ്ഞു പരിശ്രമിക്കുന്നു. വേഗം ഇത് വിടുവിക്കണം. ആഹാ, അടിപൊളി ശിവ. അതിശയം! ശിവ ടാങ്കറുകളെ ട്രെയിനിൽ നിന്നും അകറ്റിയിരിക്കുന്നു. ശിവ വേദാ നഗരത്തെ രക്ഷിച്ചിരിക്കുന്നു. ശിവ, നീ വേഗം ചാടിയിട്ട് ഇങ്ങോട്ട് പോരെ. ഇല്ല, എനിക്ക് വരാൻ കഴിയില്ല. ഡ്രൈവർ ഒറ്റയ്ക്ക് വിട്ടിട്ട് എനിക്ക് വരാൻ കഴിയില്ല. ഹലോ ശിവ. ആ രവ, പറ. ഇത് മാനുവൽ ബ്രേക്ക് പിടിക്കാൻ ശ്രമിക്കണം. ഇനിയിപ്പോ എന്താ സംഭവിക്കുക? ഇപ്പൊ എന്താ ചെയ്യാ? ശിവ, നിന്നെ കൊണ്ട് ഇത് എങ്ങനെ സാധിച്ചു? നീ ആള് ഭയങ്കര മിടുക്കനാ. യു ആർ ഗ്രേറ്റ്. ഞാനിത് ഒറ്റയ്ക്ക് ചെയ്തതല്ല. എന്റെ ഒപ്പം എന്റെ കൂട്ടുകാർ ആദിയും യുഡിയും ഉണ്ടായിരുന്നു. അവരും എന്നെ സഹായിച്ചു. ശിവ, ശിവ. ഹലോ ശിവ, നീ ശരിക്കും കലക്കി. നീ എന്നെ സഹായിച്ചിരിക്കുന്നു രവ. ആദിയും യുഡിയും പറഞ്ഞതിന് നന്ദി.